വെച്ച് പ്രഗ്നന്റ് ആക്കി ആയതാ ഇനി ആയതിന്റെ പിന്നിലുള്ള കഥയിലേക്ക് വരാം. അത് എന്ത് എല്ലാവരും പ്രൊസീജിയർ തന്നെ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നോക്കാം നൂലാണത്. അമ്മേ നുള്ളുന്നത് നോക്ക്. കണ്ടാ അടിച്ച് നല്ല തേച്ച് പിടിപ്പിക്കും. ഒരാളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്താ സാധനം മനസ്സിലാവില്ല. നമുക്ക് ക്ലാസ്സിൽ സ്കൂളിൽ കൊണ്ടുവച്ചിട്ടാണ് ഫ്രണ്ട്സ് എല്ലാം കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇത് സാധനം ഞാൻ സീക്രട്ട് ആക്കി തന്നത്. ഞാൻ രഹസ്യം എന്റെ രഹസ്യങ്ങളെല്ലാം എല്ലാവരും ഒന്ന് ക്യൂട്ടായിട്ട് തോന്നി കൊഞ്ഞനം കാണിക്കണൊക്കെ. അതിലാണ് വീണത്. ഇന്നൊക്കെ അന്നത്തെ കുഞ്ഞിനും കൊള്ളാം. അന്നത്തെ കുഞ്ഞിനും അപ്പൊ എന്താ ആദ്യം ഇഷ്ടപ്പെട്ടത്? അത് ഈ സൂര്യപ്രകാശമുള്ള പല്ലി അടിച്ചിട്ട് കണ്ണി അടിച്ചു. അങ്ങനെ അങ്ങനെ ബാംഗ്ലൂർ പോയ രണ്ടുപേരും അയ്യോ ഇയാൾ എവിടെ കൊണ്ട് കേൾക്കുന്നത്? കഥ തീർന്ന്. ഞാൻ താഴെ പിടിച്ചിട്ട് ചേട്ടൻ മുകളിൽ വെച്ചിരിക്കും. പതുക്കെ പതുക്കെ ലെറ്റർ ഇങ്ങനെ ആക്കി തരും. പാല് കറക്കണം. അവൻ അറിഞ്ഞൂടാ ഇവളെ അച്ഛനാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു നോക്കണ്ട, അവന് വേറെ റിലേഷൻ ഉണ്ട്, 6-7 വർഷം അത് കല്യാണം നോക്കട്ടെ. പറഞ്ഞു അതാണ് എൻ്റെ മോളെന്ന് പറഞ്ഞു. അങ്ങനെ കെട്ടിയതിനു ശേഷം ബീറടിക്കാൻ തുടങ്ങി. ഇവളാണ് ഇല്ലാതാക്കിയത്. അവളച്ഛൻ കാണിച്ചു. കുഴപ്പമില്ല, പുള്ളിക്കാരൻ നമ്മൾ ഒരുമിച്ചടിക്കും. 1/2 ഗ്ലാസ് ഞാൻ ബാക്കി 1.5 ഇവിടെ അടിക്കും. ഒരു മന്തി ഹാഫ് ബിയർ പാണ്. അല്ല ബിയറല്ല, മന്തി എടുക്കും. ഇവിടെ എന്റെ റൂമിൽ നിന്ന് പൊക്കി എന്റെ ബന്ധുക്കളൊക്കെ കടിയും കൊടുത്താണ് പറഞ്ഞു വിട്ടത്. എന്റെ ബന്ധുക്കളെ വീടൊക്കെ അടുത്തെടുത്താണ്. അവന്റെ അമ്മ ഗ്യാസ് തുറന്നു വിട്ട് കൊല്ലു. വാശിയായി. ഇപ്പൊ അതേ മുറ്റത്ത് വന്നിട്ട് ജാനിയെ കളിപ്പിച്ചിട്ട് പോകും. ചിച്ചിട് ചില പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ കൊച്ചു ആമ്പിളര് കാണും. അപ്പൊ അവര് വന്ന് ജാനിയെ പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പോഴാണ് എനിക്ക് ഇവിടെ അച്ഛൻ്റെ അമ്മേരെയും ഫീലിങ്സ് മനസ്സിലാക്കി തുടങ്ങിയത്. വെൽക്കം ടു സിനിമാടെക്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കണ്ണുവെക്കുന്ന ഒരു വൈബ് ഫാമിലിയാണ് കിഗോ 22 ഫാമിലി. ഗോപിക, കിഷോർ, ജാനിക്കുട്ടി. ലേഡീസ് ഫസ്റ്റ് എന്നാണ്. ശരിക്കും എന്താണ് കിഗോ 22? കിഷോർ ഫസ്റ്റ് ലെറ്റർ, ഗോപിക 22. ഞാൻ ഒക്ടോബർ 22, ചേട്ടൻ മാർച്ച് 22. പിന്നെ ജാനിയുടെ ബർത്ത് ഇയർ 2022. അതാണ് എല്ലാം പ്ലാൻ ചെയ്തു. ജാനിക്കുട്ടി അതെന്താ സാധനം? അത് ഇതിന്റെ ജാതിക്ക. ചിരിച്ചേ. ജാനിക്കുട്ടിക്കാണ് ഏറ്റവും ഫാൻസ് സോഷ്യൽ മീഡിയയില്. ഹായ് കാണിക്ക് ജാനി. ഹായ് പറ ചേച്ചിക്ക് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുക്ക്. ഇത്രയും ഈ മണ്ണെന്നും ചെളിന്നൊക്കെ കളിക്കുന്ന ഒരു വാവയാണെന്ന് ആരും പറയില്ല. ഇങ്ങനെ ഇരുന്നിട്ട് കണ്ട ഏറ്റവും കൂടുതൽ എല്ലാരും ജാനിക്കുട്ടിയാണ് അന്വേഷിക്കുന്നത്. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇന്ന് 2 പേര് വരുന്നുണ്ട് കലുവിടുന്ന് കാണാൻ വരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞ ഒരു എന്താ ഉഴിഞ്ഞിടുകയൊക്കെ ചെയ്യാറുണ്ട്. കണ്ണ് കണ്ടാറുണ്ട്. ഇവള് ചെയ്യാറുണ്ട്, സ്ഥിരമുണ്ട്. ഏത് വീഡിയോ പോസ്റ്റ് ചെയ്താലും എന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് പറയും. അതെന്താ പറയാ, ചില നേരത്തെ ഇവള് യാത്ര കരച്ചും പോലൊക്കെ ആകുമ്പോ എന്റെ മനസ്സിലൊരു വീട്ടിൽ അമ്മയും അച്ഛനും പറയും. ചിലപ്പം വീഡിയോയുടെ ഇതുകൊണ്ടായിരിക്കും അവള് കരയുന്നത്. അതെ ഇവള് പറഞ്ഞു, മിക്കി പറഞ്ഞു. അതെ, നമ്മള് പണ്ട് ഈ പ്രസവിച്ചു കഴിഞ്ഞാൽ കുട്ടികളെ ആരെങ്കിലും ഒഴിയാറുണ്ടല്ലോ. ശരിക്കും ഞാൻ ഒഴിഞ്ഞിടാറുണ്ട്. എന്താ വയസ്സായി ശരിക്കും? 2.5 അടുത്ത മാസം ആകുമ്പോ 2.5. ജാനിക്കുട്ടിനെ വിളിക്കാൻ ശരിക്കും പേര് ജാൻ എന്നാണ്. വീട്ടില് ജാനി. എന്നെ എല്ലാരും വിളിച്ച് ജാനിക്കുട്ടിയായി. ജാനിക്കുട്ടിയായി. ഫുൾ നെയിം പറ. ജാൻ കിഷോർ. അത് പറയില്ല, അതോടൊപ്പം പറയില്ല. അത് അച്ഛന്റെ മോളാണല്ലേ? അച്ഛനുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ഇല്ല. എത്ര കമ്പനി ആയാലും ഉറങ്ങാൻ നേരത്തെ അവള് വേണം. പിന്നെ എനിക്ക് അടിയിൽ നിന്ന് വിടും, പോവാൻ പറയും. ഉറങ്ങാൻ നേരത്തെ ഉറങ്ങാൻ നേരം രണ്ടുപേരുടെ ഇടയിൽ കിടക്കും. അവർക്ക് വാശി വരുമ്പോഴൊന്നും പിന്നെ ചേട്ടൻ അടുത്ത് പോവാറില്ല. കരച്ചിലൊക്കെ വരുമ്പോ പിന്നെ ഞാൻ തന്നെ, എത്ര ഞാൻ ദേഷ്യപ്പെട്ടാലും ഞാൻ തന്നെ വേണം അവർക്ക്. പുറത്തോട്ട് ഇറങ്ങുമ്പോഴും വല്ല സാധനം മേടിക്കാനും അച്ചി ഏതോ വാങ്ങി തരും, അച്ചി ഇത് വേണ്ട എന്തെങ്കിലും വേണമെങ്കിൽ ഉടനെ അച്ചി മതി, ഞാൻ വേണ്ട. എന്റെ അടുത്ത് പറയൂല, യൂട്യൂബ് അല്ലാതെ എന്തായിരുന്നു പഠിച്ചത്? വേറെ ജോലിക്ക് പോകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നോ? ഞാൻ ഡിപ്ലോമയാണ് പഠിച്ചത്. അതിൻ്റെ ഡിഗ്രിയും പഠിച്ചു, BBA പഠിച്ചു. അത് കഴിഞ്ഞ് അനാട്ടില് ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുന്നു സോളാറിന്റെ. പിന്നെ പ്രഗ്നന്റ് ആയി, പിന്നെ പോവാതായി. പിന്നെ നമ്മൾ ഇനി ആയതിന്റെ പിന്നിലുള്ള വരാം. അതല്ല കേട്ടോ. പിന്നെ ഇനി നിങ്ങളെ അറിയാനുള്ളത് പ്രണയത്തെ കുറിച്ചാണ്. എന്താ പറയാ, നിങ്ങള് പ്രണയം എന്ന് പറയുന്നത് ഭയങ്കര ഒരു ദിവ്യമായിട്ടുള്ള ഒരു അനുഭൂതിയാണല്ലോ. അത് ആരിലാണ് ആദ്യം പൊട്ടി മുളച്ചത്? ആരെങ്കിലും ഒന്ന് ഉറപ്പിക്കേ.
എപ്പോഴും ആണുങ്ങളാണല്ലോ പോയി പറയാൻ. അതാണ് പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ ആദ്യം വന്നപ്പോ ലേഡി ഫസ്റ്റ് എന്നല്ലേ പറഞ്ഞേ? അതിപ്പോഴല്ലേ ലേഡി ഫസ്റ്റ് ആയത്. പിന്നെ പെണ്ണുങ്ങളും പറയും തോന്നുന്നു അല്ലെ, ഇഷ്ടം തോന്നിയാലൊക്കെ പറയാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ലവ് എന്ന് പറയുന്നത്? അത് നിങ്ങൾക്ക് ഇത് മടിയൊന്നും വേണ്ട. മടിയൊന്നുമില്ല. അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മോളാ. അപ്പൊ എന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ്. എന്റെ വീട്ടിലൊക്കെ വന്നിരിക്കും. അങ്ങനെയൊക്കെ എന്റെ വീടിന്റെ അടുത്താണ്. അയൽവാസിയായിട്ട് അമ്മക്കൊക്കെ നല്ല വിശ്വാസമായിരുന്നു അല്ലേ? മൂന്നാമത്തെ വീടാ. അമ്മയ്ക്ക് വിശ്വാസമായിരുന്നു. ഞാൻ പറയുന്നത് വലത്തോട്ട് തിരിഞ്ഞ നാലാമത്തെ വീടാണ്. ഇടത്തോട്ട് എന്റെ വീടിന്റെ ടെറസിൽ നിന്നാ ചേട്ടന്റെ വീട് അവിടെ തന്നെ വളർത്തത്. പല്ലേക്കും കയറുമ്പോ കാണാം. ആളെ മുഖം കാണാൻ ഒരു രൂപം അറിയാം. ചിലപ്പോ വിസിലടിക്കും. അപ്പോഴും ഞാൻ ടെറസിൽ കയറും. കാണാം എന്ന് വെച്ചാൽ അത്രയും അല്ല, നമുക്ക് ഒരാള് നിപ്പുണ്ടെന്ന് കാണാം. റബ്ബറൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിന്റെ കൂടെ ചെറുതായിട്ട് കാണാം. അപ്പൊ കുട്ടിക്കാലത്ത് എത്ര വയസ്സ് മുതൽ നിങ്ങൾ അറിയാം? അത് കൊച്ചിലോട്ട് അറിയാം, പക്ഷെ അത്ര കമ്പനി അല്ല. എന്റെ അനിയത്തിയായിട്ടാണ് കമ്പനി. അത്രത്തോളം കമ്പനി അല്ല. വരും കാണും ഇങ്ങനെ ഒരാള്, ഇങ്ങനെ ഒരു മാമിയുടെ മോൻ ഉണ്ട് എന്നുള്ള അറിയാം. ചേട്ടൻ അനിയത്തി എല്ലാരും വായി നോക്കുന്നത് പോലെ ചേട്ടൻ അനിയത്തിയായിട്ട് കമ്പനി ആയിരുന്നു. ഇടയ്ക്കൊക്കെ വീട്ടിലൊക്കെ വരും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ പറ. പിന്നെ എത്രാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് പ്രണയം തുടങ്ങിയത്? ഞാൻ 8ാം ക്ലാസ്. 2012 പ്രണയം തുടങ്ങിയത്. അനിയത്തിയാ ബുക്ക്. എന്റെ അനിയത്തിയാണ്. ഞാൻ ബുക്ക് ഫ്ലെയിമൊക്കെ. അനിയത്തിയോടാണോ പറഞ്ഞത്? ഇല്ല, അവൾക്ക് ഞാൻ അനിയത്തി ഭയങ്കര കമ്പനിയായിരുന്നു. കൊച്ചു ഞാൻ തന്നെ കളിപ്പിച്ച് അവനെ കൊണ്ട് നടന്നത്. അപ്പൊ ഇവർക്ക് എന്റെ റൂമിൽ ഫുൾ സ്വാതന്ത്ര്യമുണ്ട്. അപ്പൊ എന്റെ ബുക്കൊക്കെ എടുത്ത് നോക്കും. അങ്ങനെ നോക്കിയപ്പോ ഇവളെ പേര് വെച്ച് ഫ്ലെയിം വെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ മാരേജ് ആണോ ഫ്രണ്ട് ആണോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതിന് അപ്പൊ ശരിയാണോ? മാരേജ് വന്നായിരുന്നാ? ഇല്ല, അതെന്തോ വന്നത്? എന്തോ ഒന്ന് വന്നു, അത് വെട്ടി മാരേജ് ആക്കി. അപ്പൊ ഗോപിയെ സുരേഷൻ ഫുൾ ഇട്ടപ്പം വേറെ വന്നു. ഞാൻ പിന്നെ ചുരുക്കി ഗോപിയാക്കി. അപ്പൊ അതിലും തെറ്റു വന്നു. പിന്നെ ഞാൻ ഗോപ്സ് ആക്കി. അപ്പൊ അതിന് മാരേജ് വന്നു. അത് മതി. നമുക്ക് അങ്ങനെ ഒരു സമാധാനം കിട്ടും. അത് പറഞ്ഞവരെ ഞാൻ പേര് മാറ്റിക്കൊണ്ട് റോസൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ മറ്റേ മറ്റേ ലാസ്റ്റ് വന്ന് നോയാണ് വന്നു. പിന്നെ എടുക്കയില്ല. ഞാൻ കീറി പാതിയാക്കിട്ട് ഇതിന് അടുത്ത ദിവസം അതാ ഒരു സിനിമ വന്നതിന് ശേഷം ഭയങ്കര ആ സമയത്തൊക്കെ ഇതല്ലേ തട്ടത്ത് മരത്തില്, അതൊക്കെ നമ്മൾ കൊടുക്കുന്നില്ലേ? തട്ടത്ത് മരത്തിലെ കോഡ് ഉണ്ടല്ലോ, സ്റ്റെൻസിൽ അങ്ങോട്ടോ. സ്റ്റെൻസിലൊക്കെ വെച്ച് വീട്ടിൽ സമയത്ത് സ്റ്റെൻസിൽ വെച്ചിട്ടായിരുന്നു. അത് വെച്ചിട്ട് പക്ഷെ ഇൻട്രസ്റ്റ് ആയിരുന്നു. ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. നമുക്ക് എന്താ സംഭവം ഒരാളെടുത്ത് നോക്കി കഴിഞ്ഞാൽ എന്താ സാധനം മനസ്സിലാവില്ല. നമുക്ക് ക്ലാസ്സിൽ സ്കൂളിൽ കൊണ്ടുവച്ചിട്ടാണ് ഫ്രണ്ട്സ് എല്ലാം കൂടി കണ്ടുപിടിക്കാൻ വേണ്ടിട്ട് ഇത് സാധനം ഞാൻ സീക്രട്ട് ആക്കി തന്നത്. ഞാൻ എന്റെ രഹസ്യങ്ങളെല്ലാം എല്ലാവരും അതെ. ഇപ്പൊ അതെല്ലാം നേരം പരസ്യമായിരുന്നല്ലേ? അത് പ്രണയിച്ച് നിങ്ങൾ വളയുന്നതിന് മുൻപുള്ള ആ ഒരു ഉണ്ടല്ലോ, അതെങ്ങനെയായിരുന്നു? ഇഷ്ടം പെട്ടെന്ന് പറഞ്ഞോ അതോ കൊറേ നാളെടുത്തോ? ഞാൻ പറഞ്ഞിട്ട് ഇവളൊന്നും പറഞ്ഞില്ലായിരുന്നു. അപ്പൊ പിന്നെ ടെൻഷനായി. എനിക്കറിയാം ഇഷ്ടമാണെന്ന്. എനിക്ക് കണ്ണിലൂടെ മനസ്സിലാവുമല്ലോ അല്ലേ? മനസ്സിലാവുമല്ലോ, ഓരോ നോട്ടവും പെരുമാറ്റവും കാണുമ്പം മനസ്സിലാവുമല്ലോ. ഒരിക്കൽ ഞാൻ സ്കൂളിലെ ബസ് സ്റ്റോപ്പിൽ നിന്ന സമയത്ത്, ബസ് കയറാൻ വേണ്ടി നിന്ന സമയത്ത് ഇങ്ങനെ ഒരു ബസ് പോയി. ബസ്സിനകത്ത് ഇരുന്ന ഒരാളിങ്ങനെ തല ഇങ്ങനെ എത്തി നോക്കണുണ്ട്. അപ്പൊ ഞാൻ വിളിച്ചത് ആരെന്താ നോക്കണേ. അപ്പൊ അങ്ങ് പോയി. അടുത്ത് പിന്നെ അതൊന്നും പറഞ്ഞിട്ടില്ല. വേറൊരു ബസ്. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ദിവസം ഇതുപോലെ ബസ് വന്നപ്പോഴത്തേന് ഞാനിങ്ങനെ നോക്കിക്കൊണ്ട് ഈ ചേട്ടൻ എന്നെ പതിവില്ലാതെ ഇങ്ങനെ നോക്കുന്നത്. എനിക്കറിയാലോ ആള് എന്നെ ഇങ്ങനെ നോക്കണം. അപ്പൊ ഞാൻ എന്റെ കൂട്ടുകാരത്ത് പറഞ്ഞു, എടി മറ്റേ ചേട്ടനാണ്, ഞാൻ വീട്ടിൽ പോയി നിൽക്കില്ല, ചേട്ടൻ എന്നെ ഇങ്ങനെ നോക്കുന്നത്. അപ്പൊ പിള്ളേർ പറഞ്ഞു, എന്തോ വഴി അറിഞ്ഞൂടാ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഇതേപോലെ ഞാൻ നിൽക്കുകയാണ്. ഇതെല്ലാം ഒരു ദിവസം ഒരേ ബസ്സിലാണ് വരുന്നത്. ഞാൻ ഈ ബസ്സും കഴിഞ്ഞിട്ടുള്ള അടുത്ത ബസ്സിലാണ് ഞാൻ വീട്ടിൽ പോകണം. അങ്ങനെ ഇപ്പൊ എനിക്ക് ഡൗട്ട് തോന്നി, എന്തോ എന്നെ എങ്ങനെ നോക്കണേ. അങ്ങനെ എനിക്ക് ഡൗട്ട് തോന്നി, എന്തെങ്കിലും കാണുമായിരിക്കും. പിന്നെ ഞാൻ തന്നെ സ്വയം ചെക്ക് ചെയ്യാൻ തുടങ്ങി, ലൈൻ അടിക്കുകയാണോ എന്നുള്ള ഒരു ഇതില്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്റെ അടുത്തോട്ട് പറഞ്ഞത്. അങ്ങനെ വന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പോ തോന്നിയോ ഉള്ളിലപ്പം തന്നെ തോന്നിയോ? എന്താ അപ്പോഴൊക്കെ പേടിയായിരുന്നു. ആരും വീട്ടിലൊക്കെ വന്ന് നിൽക്കുന്നില്ല. അമ്മയൊക്കെ അറിഞ്ഞാൽ സീനാവും ഭയങ്കര പേടിയുണ്ടായിരുന്നു. പിന്നെ വിടൂലല്ലോ. പിന്നെ പെട്ടെന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞ അവസാനം. അപ്പൊ എങ്ങനെയായിരുന്നു വളച്ചെടുത്തത്? ഞാൻ ഒരു ഫുട്ബോൾ ടൂർണമെന്റ് കഴിഞ്ഞ് ഇങ്ങനെ അത് പറഞ്ഞിട്ടില്ല. ഈ ഒരു നീ എല്ലാം തുടങ്ങി വിട്ടല്ലേ ടൂർണമെന്റ് കഴിഞ്ഞിട്ട് വന്നത്. അപ്പൊ ഫുള്ള് തോറ്റ നാണം കെട്ട് വരെയാണ്. 1 തോൽവിയായിരുന്നു. അവർ 7 ഗോള്, നമ്മൾ 0. അതെന്റെ ഇതുകൊണ്ട് അങ്ങനെ വന്നപ്പം നമ്മളെ അന്ന് മറ്റേ ഇതല്ലേ, മറ്റേ തുള്ളി തുള്ളി മഴയായി മറ്റേ ഇവള് അവളെ ബെസ്റ്റ് ഒപ്പിക്കുന്നു. അവളെ കൂട്ടുകാരെന്തോ കാര്യം പറഞ്ഞ് അന്ന് ക്യൂട്ടായിട്ട് തോന്നി ഈ കൊഞ്ഞനം കാണിക്കണൊക്കെ. അതിലാണ് വീണത്. ഇന്നൊക്കെ കാണുമ്പോ ആ ഒരു മൊമെന്റ് കണ്ടപ്പോ ക്രഷ് അടിച്ചു. അങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത്.
പിന്നെ എന്താ എവിടെ ബസ് സ്റ്റോപ്പില് സ്കൂൾ വരാന്തകളില് എല്ലാ സ്ഥലത്തും പോയി. എന്നൊന്ന് നോക്കിയതിന് അതുകൊണ്ടല്ലേ ഞാൻ കണ്ടുപിടിച്ചേ. നീ എന്ന് നിന്റെ കുറച്ചുകൂടെ എന്നിട്ട് എന്നോട് ചോദിക്കും നീ അങ്ങ് നിന്റെ കൊഞ്ഞനെ നോക്കിയതാണ് നീ ഇപ്പൊ ഇവിടെ ഇരിക്കണേന്ന് പറയും. അപ്പൊ എന്താ ആദ്യം ഇഷ്ടപ്പെട്ടത്? അത് ഈ സൂര്യപ്രകാശം ഇവിടെ പല്ലി അടിച്ചിട്ട് കണ്ണി അടിച്ച് അങ്ങനെ ഏറ്റവും ഇഷ്ടം ഗോപികയിൽ എന്താ ആദ്യം ഇഷ്ടപ്പെട്ടത് കണ്ടപ്പോ ഒരു അട്രാക്ഷൻ? നിറയെ മുടി ഉണ്ടായിരുന്നു, നിറച്ച് മുടിയുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാം പോയി. ഇപ്പൊ എല്ലാം പോയി. വേറെ അതുമല്ല ഇവളെ കൊച്ചിലെ ഇവളെ അമ്മ ജോലിക്ക് പോണോണ്ട് ഇവള് വീട്ടിലെല്ലാം ജോലി ചെയ്യുമായിരുന്നു. അപ്പൊ എന്റെ അമ്മ എന്റെ അനിയത്തി പറയും അവളെ കണ്ടുപടി അങ്ങനെ വീട്ടിലെല്ലാ ജോലിയും ചെയ്യും, അവളെല്ലാം ചെയ്യുമെന്ന് പറയും. പിന്നെ വീട്ടില് അറിഞ്ഞ സമയത്തെ വീട്ടുകാരുടെ എന്തായാലും ഒരു എതിർപ്പ് ഉണ്ടാവുമല്ലോ. പക്ഷെ ബെസ്റ്റ് ഫ്രണ്ട് ആയതുകൊണ്ട് അവർക്ക് നല്ല ഇഷ്ടമായിരുന്നു. സൂപ്പർ ആയിരുന്നു. 8 വർഷത്തെ റിലേഷൻ ആണ്. അതില് 2ാമത്തെ വർഷം 6-7 മാസം കഴിഞ്ഞ് പറഞ്ഞു തുടങ്ങി. പിന്നെ ഇവര് വഴക്കൊക്കെ പറഞ്ഞ് പൊളിയെന്ന് വിചാരിച്ചു. 2 വർഷമായപ്പോഴും പൊളിയില്ല. പിന്നെ വീട്ടുകാർ തമ്മിൽ അടിച്ചു പണങ്ങി. പിന്നെ 6 വർഷം അവര് മിണ്ടിയിട്ടില്ല. അപ്പൊ കല്യാണം കഴിഞ്ഞ എൻഗേജ്മെന്റ് കഴിഞ്ഞതിന് ശേഷമാണ് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടും വലിയ ഇതില്ലായിരുന്നു. ഓവർ അഭിനയിക്കുമായിരുന്നു സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും. കല്യാണം കഴിഞ്ഞ് പിന്നെ നമ്മളെ സ്വഭാവമൊക്കെ മനസ്സിലായി തുടങ്ങിയപ്പോഴേക്കും പരസ്പരം വീട്ടിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നായപ്പോഴാണ് അവര് ഇപ്പൊ ഓക്കെ ആയത്. ഇനി അടി ഉണ്ടായതാണെങ്കിൽ കൂടി ഭയങ്കരമായിട്ട് അപ്പൊ നിങ്ങൾ 6 വർഷം വീട്ടുകാരും ഉണ്ടാതിരിക്കുമ്പോ നിങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു അതോ ബ്രേക്കപ്പ് ആന്നൊക്കെ പറഞ്ഞായിരുന്നോ? അല്ല നമ്മൾ പിന്നെ കണ്ടിന്യൂ ചെയ്ത് അത് കഴിഞ്ഞ് നമുക്കൊരു വിഷമം എന്ന് വെച്ചാൽ വീട്ടുകാർ തമ്മിൽ പിണങ്ങിയപ്പോഴും അവര് തമ്മിലുള്ള പ്രശ്നമായപ്പോഴും ഒരു ഇതാണെന്ന് വെച്ചാൽ കൂടുതൽ ടെൻഷൻ ആയിരുന്നു. ഇനി സമ്മതിക്കൂലേ എന്നുള്ള ഒരു ഇതായിരുന്നു. അല്ല ഇവള് മുന്നേ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വിളിച്ചിറക്കി കൊണ്ടുപോകാൻ പറ്റത്തില്ല, വീടിന്റെ അടുത്തല്ലേ. അപ്പം അറേഞ്ച്മെന്റ് മാരേജ് അതിലാണെങ്കിൽ ഇവള് ഓക്കെ ആണ് പറഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ മാക്സിമം പിടിച്ചു നിന്ന് അടിയൊക്കെ അവര് മാക്സിമം നോക്കി മാറ്റാൻ വേണ്ടി നോക്കി, പക്ഷെ നടന്നില്ല. അതിനിടയ്ക്ക് കല്യാണമൊക്കെ വന്നോ? പ്രപ്പോസലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടുകാർക്ക് ഫുള്ള് അറിയായിരുന്നു, നമ്മുടെ ഏരിയയിലെ എല്ലാവർക്കും അറിയാം. ഒരേ സ്ഥലമല്ലേ, അയൽവാസികളെല്ലാം ഫ്രണ്ട്സ് ഒക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പൊ പിന്നെ എവിടെ വെച്ച് നമ്മൾ മീറ്റ് ചെയ്താലും എല്ലാവരും ചെന്ന് പറഞ്ഞു കൊടുക്കും നിന്റെ മോൾ അവിടെ നിന്ന് അവന്റെ കൂടെ നിന്ന് സംസാരിക്കുന്നു, ഇന്ന ആളുടെ മോളിന്റെ ആളോട് സംസാരിക്കുന്നു. ഫേമസ് ആയിരുന്നു. അപ്പൊ അത് നാട്ടുകാരിൽ കുറെ പേര് പാരകളുണ്ട്. ആ നാട്ടുകാർ മൊത്തം പാരകളായിരുന്നു. ആൾക്കാര് എല്ലാരും കയ്യിലുണ്ട്. ശരി. അപ്പൊ സ്നേഹിക്കുന്ന സമയത്ത് പണ്ടൊക്കെ തന്നെ നമ്മള് ഒരുമിച്ച് ഏതെങ്കിലും ഹോട്ടലിൽ വെറുതെ ഒരു ജ്യൂസ് കുടിക്കാൻ അങ്ങനെ പോകില്ല. അന്നൊക്കെ അടുത്തൂടെ നമ്മളിപ്പം ഒരു ഇതില് നമ്മൾ ഒരുമിച്ച് കോവിലൂടെ വെച്ച് കണ്ട് ഞാൻ ബാംഗ്ലൂർ ജോലിക്ക് പോകണം. അങ്ങനെ ഇവിടെ ലാസ്റ്റ് ബായ് പറയാൻ വേണ്ടി വന്നപ്പോൾ കണ്ടപ്പം എന്നെ അവിടെ നാട്ടിൽ പിടിച്ചിട്ട് എന്റെ മൊബൈലൊക്കെ ചെക്ക് ചെയ്ത് ഞാൻ ഇനി വേറെ വല്ല ഇതുണ്ടോ എന്താണ് ഇവളെ വീട്ടിൽ നാള് വന്നിട്ട് പോയാൽ മതി അങ്ങനെയൊക്കെ സീനായിരുന്നു. ഇവളെ ലാസ്റ്റ് ഇവളെ പറഞ്ഞു വിട്ട് എന്നെ പിടിച്ചു വെച്ച് പിന്നെ എന്റെ വീട്ടിൽ ആള് പോലീസ് പറഞ്ഞത് പറഞ്ഞു കേട്ടു. ബാംഗ്ലൂർ പോയ രണ്ടുപേരും ഇയാൾ എവിടെ കൊണ്ട് കേൾക്കുന്നത് കഥ തീർന്ന് ബാംഗ്ലൂർ പോവാൻ വേണ്ടി പോകണം. അപ്പൊ ലാസ്റ്റ് ബൈ പറഞ്ഞിട്ട് പോവല്ലേ എഴുതി വെച്ചു. വൈകുന്നേരം ബാംഗ്ലൂർ പോവാൻ അപ്പൊ എന്റെ അടുത്ത് യാത്ര പറയാൻ വേണ്ടി വന്നതാണ്. 3 ദിവസം മുന്നേ നീ സ്കൂളിൽ പോണ യൂണിഫോം ശരിയാ, വീട്ടിലില്ല സ്കൂളിന്റെ അവിടെ. അങ്ങനെ അപ്പൊ നാട്ടിൽ എന്നെ പിടിച്ചു വെച്ചിട്ട് ഇവളെ പറഞ്ഞു വിട്ടു. ഞാൻ ഇവളെ ശല്യം ചെയ്യണം പോലീസ് വന്നിട്ട് പോയെന്ന് പറഞ്ഞു. ചേട്ടന്റെ ഫോണൊക്കെ പിടിച്ചു വെച്ചിട്ട് അവളെ ഫോട്ടോ നിന്റെ ഫോണിലുണ്ടാ നോക്കിട്ടാന്ന് പറഞ്ഞ ഫോണൊക്കെ പിടിച്ചു വാങ്ങിച്ച്. അപ്പോഴത്തേക്ക് എന്റെ കൂട്ടുകാരുണ്ട് അജിത്ത് എന്ന് പറയും, അവനാണ് ഈ ഡിയോയിൽ കിടന്ന് കറങ്ങണത് എന്നെ കൊണ്ട് ഡ്രോപ്പ് ചെയ്ത്. എന്നുവെച്ചാൽ ആരെങ്കിലും വരുന്നുണ്ടോ സ്കൂളിൽ നിന്ന് അവൻ ഒരു റൗണ്ട് കറങ്ങി വന്നപ്പോഴേക്കും ഇവിടെ ആള് കൂടിയിരിക്കുന്നു. അപ്പൊ അവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിന്ന് അവിടെ തന്നെ നിന്നു. അപ്പൊ ഇയാള് ഫോൺ തന്നിട്ട് ലോക്കലായി കൊടുക്കാൻ വേണ്ടി കീബോർഡ് സെറ്റില് തന്ന സമയത്ത് ഞാൻ ഓടിക്കളഞ്ഞു. അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഒറ്റ പക്കും പിടിച്ച കിട്ടി. അത് മാത്രല്ല സ്കൂളിൽ യൂണിഫോമിലാണ്ട് പെട്ടെന്ന് ഇപ്പോഴൊക്കെ ഒരുമിച്ചിരുന്നാ പോലും ആരും ഒന്നും പറയൂല. അന്ന് അങ്ങനെയല്ല, ഞാൻ ഫ്രണ്ടെ പോയി ചേട്ടൻ ഒരു 1/2 കിലോമീറ്റർ ബാക്കി റോഡിന്റെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരുമിച്ച് നിന്ന് സംസാരിക്കുന്ന അപൂർവമായിട്ടാണ്. പിന്നെ ബസ്സിലൊക്കെ ലെറ്റർ കൈമാറുന്നത് ബസ്സിന്റെ കമ്പി ഉണ്ടല്ലോ, ഞാൻ താഴെ പിടിച്ചിട്ട് ചേട്ടൻ മുകളിൽ വെച്ചിരിക്കും. പതുക്കെ പതുക്കെ ലെറ്റർ ഇങ്ങനെ ആക്കി തരും. പാല് കറക്കണം അത് ഇതൊക്കെ നല്ല രസം. അല്ല ഇവളിങ്ങനെ കമ്പി പിടിച്ചിരിക്കും, ഞാൻ ഇങ്ങനെ കമ്പി പിടിച്ച് ഇങ്ങനെ കൊടുത്തിട്ട് ഞാൻ നടന്നു പോകും. കമ്പിയിൽ ലെറ്റർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ കൈ പിടിച്ച് പതുക്കെ പതുക്കെ താഴ്ന്നത് തരും, ആരും കാണൂലല്ലോ. അതെ, അത് നല്ലൊരു ഐഡിയ കേട്ടോ. ഒന്നുകൂടെ അന്നേരം ഈ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു. ജീവിച്ചു എന്തും ചെയ്യും. അങ്ങനെയൊക്കെ നല്ലതായിരുന്നു. നമ്മള് പഠിക്കുമ്പോ എന്റെ സാറ് പിടിച്ചിട്ട് വിളിപ്പിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അങ്ങനത്തെ ലവ് ലെറ്റർ കിട്ടുന്ന സമയത്ത് നമ്മള് പിന്നെ കോണ്ടാക്ട് ചെയ്യുന്ന വെച്ചാൽ അവിടെയൊക്കെ സ്കൂളിന്റെ അടുത്തൊക്കെ കോയിൻ ബൂത്ത് ഉണ്ട്. കോയിൻ ബൂത്തിൽ 1 രൂപ കോയിൻ ഇട്ടിട്ട് ആണ് വിളിക്കുന്നത്. സ്കൂളിൽ സീനൊക്കെ ആയി എന്നുവെച്ചാൽ എന്റെ മാത്രമല്ല കുറെ പിള്ളേർ വിളിക്കുമല്ലോ. ക്യൂ ആയിട്ട്. പിന്നെ സ്കൂളിൽ ഫുള്ള് സീനായി. പിന്നെ അങ്ങനെ വിളിക്കാനൊന്നും പറ്റില്ല. ആ കടക്കാരെ തന്നെ സ്കൂളിൽ അറിയിക്കും ഇന്ന ഒരു കുട്ടി വന്ന് ഇതുപോലെ ഫോൺ വിളിക്കുകയാണെന്ന് പറഞ്ഞ സീനാണ്. പിന്നെ കണ്ടുപിടിക്കും എവിടെയെങ്കിലും ഒക്കെ കോയിൻ ബൂത്ത് ഉണ്ടോ, കോയിൻ ബൂത്ത് ഉണ്ടോ. അങ്ങനെ വിളിക്കാറൊന്നും ഇല്ലായിരുന്നു കുറെ പ്രാവശ്യം. കെട്ടിയില്ലെങ്കിൽ ഒരിക്കലും കെട്ടില്ലായിരുന്ന നാട്ടിൽ പിടിച്ച് കെട്ടിക്കുന്നു എല്ലാവർക്കും അറിയാമല്ലോ. ഇവരെ വീട്ടുകാരെ സമ്മതിച്ചില്ലെങ്കിൽ വേറെ ആലോചന പറഞ്ഞേ അവക്ക്.
8 വർഷത്തെ റിലേഷൻ ആയിട്ട് ആ നാട്ടിൽ ഫുള്ള് അറിയാം. ആരെടുത്തെങ്കിലും ചോദിച്ചാലും പറയൂലേ ഞാൻ എൻഗേജ്മെന്റ് ആയപ്പോഴേ ഇവിടെ അച്ഛനാണെങ്കിൽ നാട് നീളെ നടന്നു എനിക്ക് എന്തെങ്കിലും ബാഡ് ഹാബിറ്റ് ഉണ്ടെന്ന് അറിയാൻ വേണ്ടി എൻഗേജ്മെന്റ് ഞാൻ പോണ ഗ്രൗണ്ടിലൊക്കെ ദൂരെ പോയിട്ട് അവിടെ പോയി അന്വേഷിക്കും. അവർ കൂട്ടാൻ്റെ വീട്ടിൽ പോയി. അവൻ പറഞ്ഞു മാമ അവൻ അറിഞ്ഞൂടാ ഇവളെ അച്ഛനാണ് പറഞ്ഞത്. അവൻ പറഞ്ഞു നോക്കണ്ട, അവന് വേറെ റിലേഷൻ ഉണ്ട്, 6-7 വർഷം അത് കല്യാണം നോക്കട്ടെ. അപ്പൊ അങ്ങനെ പറഞ്ഞു അതാണ് എന്റെ മോളെന്ന് പറഞ്ഞു. അങ്ങനെ അന്വേഷിക്കാനുള്ള കാര്യം എന്താ അറിയാമോ, ആ ഏരിയയിൽ എല്ലാരും പറയുമായിരുന്നു ഞാൻ അയ്യേ കഞ്ചാവാണ്, കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കുന്ന പയ്യനാണ്, അവനെ ഇങ്ങനെ കെട്ടിച്ചു കൊടുക്കണെന്ന് പറയുന്നത്. അപ്പോഴും എന്റെ അച്ഛനമ്മ കേൾക്കുമ്പോ ശരി തന്നെ, അല്ല എന്റെ ലുക്കും അങ്ങനെയായിരുന്നു. കയ്യില് കുറച്ച് ചാപ്രിയായിരുന്നു. കുറച്ച് ചരടൊക്കെ കെട്ടി നടക്കുമായിരുന്നു. പാൻ്റൊക്കെ ഇതുവരെ പൊക്കി കീറി, ഞാൻ തന്നെ കീറി സ്ക്രാച്ച് പാൻ്റൊക്കെ ഇട്ട്. അപ്പൊ നോക്കുമ്പോ നിന്ന് കഞ്ചാവ് അടിച്ചോണ്ട് നടക്കണ പയ്യൻ, വെള്ളവടിയും കഞ്ചാവടിയും എന്നൊക്കെ. അന്നേരം കഞ്ചാവ് ആക്റ്റീവ് ആയിരുന്നില്ലല്ലോ. ഷൂ അടിച്ചിട്ടില്ല, ലുക്ക് കണ്ട് അങ്ങനെ പറയുള്ളൂ. ഇപ്പൊ കോമൺ അല്ല. അന്ന് കഞ്ചാവ് എന്ന് പറഞ്ഞാൽ സിഗരറ്റ് വലിയ വെള്ളവടിയെന്നായിരുന്നു അധികം. ഞാൻ ഇല്ല കേട്ടാ. ഇവളെ കെട്ടിയതിനു ശേഷം ബിയർ അടിക്കാൻ തുടങ്ങിയത്. ആണോ? ഇവളാണ് ഇല്ലാതാക്കിയത്. അവളച്ഛൻ കാണുന്നത്. കുഴപ്പമില്ല, പുള്ളിക്കാരൻ നമ്മളെ ഒരുമിച്ചടിക്കും. ഞാന് ഇവളെ അമ്മ, അച്ഛൻ, അനിയത്തി, എന്റെ അച്ഛനമ്മ, എന്റെ അനിയത്തി, അല്ല അവർക്ക് സാധനം എടുത്തു കൊടുക്കും. വെള്ളം അടിക്കുന്ന വലിയ തെറ്റൊന്നും അല്ല. നമ്മള് വെള്ളം അടിക്കില്ല, നമ്മള് വല്ലപ്പോഴും ഒരു ഒക്കേഷനൊക്കെ. അല്ല ഇനി അവർക്ക് വീഡിയോ കണ്ടിട്ടെല്ലാം തോന്നുന്നു. നമ്മള് ഫംഗ്ഷൻ വല്ലതും വരുമ്പോ മോളെ ബർത്ത്ഡേക്ക് വരുമ്പോ നമ്മളെ ചേട്ടന്റെ വീട്ടിലായാലും എല്ലാവർക്കും അറിയാം നമ്മള് ബിയർ അടിക്കുന്ന. ചില സമയത്ത് നമ്മള് എല്ലാ മാസം സെക്കൻഡ് സാറ്റർഡേ നമ്മളെ വീട്ടിൽ ബിയർ എടുക്കും. ഞാൻ ഇവിടെ 2 ബിയർ എടുക്കും, 1/2 ഗ്ലാസ് ഞാൻ, ബാക്കി 1.5 ഇവിടെ അടിക്കും. ഒരു മന്തി ഹാഫ് ബിയർ വാങ്ങും. അല്ല ബിയർ അല്ല, മന്തി എടുക്കും. അച്ഛനും കൊടുക്കണം. മന്തിയിലവറാണല്ലേ? ഞാൻ മന്തിയിലവറല്ല, ഞാൻ കഴിക്കും. ഇതല്ലേ അവള് മന്തിയിലവർ. അനിയത്തി മോള് ജാനി നമ്മളിങ്ങനെ അടിക്കുന്ന ബിയർ അടിക്കുന്ന സമയത്ത് അച്ഛൻ വന്ന് കയറണത്. പിന്നെ ഒന്നും കിട്ടൂല, പുള്ളി എടുത്തോണ്ട് പോകും. കുറച്ച് മതി, കുറച്ച് കൊടുക്കും. അതിൽ സീനൊന്നുമില്ല. പിന്നെ ഞാൻ കേട്ടത് സത്യമാണ്, നിങ്ങള് മറ്റേ വീട്ടിൽ നിന്നൊക്കെ നിങ്ങളെ പിടിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല രസമായിരിക്കല്ലോ വീട്ടിലൊക്കെ പോയി കാണാനൊക്കെ. അങ്ങനെയൊക്കെ വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ, പിന്നെ നാട്ടുകാരത് പറഞ്ഞു അത് ഒരു കഥ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. ഇവിടെ എന്റെ റൂമിൽ നിന്ന് പൊക്കി എന്റെ ബന്ധുക്കളൊക്കെ കടിയും കൊടുത്താണ് പറഞ്ഞു വിട്ടത്. എന്റെ ബന്ധുക്കളെ വീടൊക്കെ അടുത്തെടുത്താണ്. നേരെ തിരിച്ച് ഗോപിയെ പൊക്കിയെന്നാണോ പറഞ്ഞത്? ഇവളെ ഞാൻ അവളെ വീട്ടിൽ പോയെന്നല്ലേ, ഇവളെ എന്റെ വീട്ടിൽ. അതാണ് വിഷയം. ഞാൻ അങ്ങോട്ട് പോയെങ്കിലും പിന്നെ അന്തസ്സുണ്ടായിരുന്നു. ഇത് ഞാൻ അങ്ങോട്ട് പോയത്, ഇവളെ എന്റെ വീട്ടിൽ വന്ന് എന്റെ റൂമിൽ നിന്ന് പൊക്കി അടി കൊടുത്ത് വിട്ടെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഥ ഇറങ്ങി. പക്ഷെ അത് നമ്മൾ അറിഞ്ഞിട്ടില്ല. ഈ അടി പിടിച്ചവര് പോലും ഈ കഥ അറിഞ്ഞിട്ടില്ല. ആരും ഇറക്കുന്ന ഇന്ന ഒരാൾ പിടിച്ചു എന്ന് പറഞ്ഞ നാട്ടുകാർ പറഞ്ഞു വരട്ടെ, ഈ പറഞ്ഞ ആള് പോലും അറിഞ്ഞിട്ടില്ല സംഭവം നടന്നിട്ടുള്ളത്. അപ്പൊ അന്നേരം വിഷമായോ ആ കഥയൊക്കെ കേട്ടപ്പോ? അടിയൊന്ന് വഴക്ക് പറഞ്ഞു, ഞാൻ പറഞ്ഞാലും വിശ്വസിക്കുന്നില്ല ആരും. അങ്ങനെ ഈ പറഞ്ഞെന്ന് പറഞ്ഞ ആൾക്കാരെ വീട്ടിൽ നിങ്ങൾ കണ്ടോ എന്ന് ചോദിച്ചു. കാരണം അവർക്ക് ക്ലിയർ ചെയ്യണ്ടേ, ഒരു പെണ്ണല്ലേ അവരെ മോളല്ലേ. അപ്പൊ അവര് പറഞ്ഞില്ല, ഞങ്ങൾ അറിഞ്ഞില്ല, ഇങ്ങനെ ഒരു സംഭവം നടന്ന കാര്യം പോലും അറിഞ്ഞില്ല, ഇത് ആര് പറഞ്ഞുണ്ടാക്കണം. അങ്ങനെ പിന്നെ വീട്ടിൽ കുഴപ്പമില്ല. ശരിക്കും അങ്ങനെ ഒരാളുടെ ലൈഫ് നശിപ്പിക്കാനാണെങ്കിൽ കുറച്ചു പേരുണ്ട് നമ്മളവിടെ. എങ്ങനെയെങ്കിലും ഇതൊന്ന് പൊളിച്ചടിക്ക് കൈ തരണം എന്നുള്ള തീരുമാനത്തോടുകൂടി നടന്ന കുറെ ആൾക്കാരുണ്ട്. എന്റെ വീട്ടിൽ നിന്ന് പറയും, ഒരു ആന്റി ഉണ്ട് എന്റെ വീടിന്റെ അടുത്ത്. ആ ആന്റി ഒന്ന് പറഞ്ഞ് സ്നേഹിച്ചപ്പോഴാണ് കൈവിടലെന്ന് പറയും. എന്നിട്ട് അവളെ വീട്ടിൽ പറഞ്ഞത് അങ്ങോട്ട് പോവല്ല്, അങ്ങോട്ട് കെട്ടിച്ചു വിടല്, അവന്റെ അമ്മ ഗ്യാസ് തുറന്നിട്ട് കൊല്ലും. 2 വീട്ടില് അപ്പം ഞാൻ പറയണേടി ഈ ആന്റി വന്നിങ്ങനെ പറഞ്ഞടി നിന്നെ കൈവിടലെന്ന് പറഞ്ഞ് പാവല്ലേ. അപ്പൊ ഇവള് പറഞ്ഞ ആന്റി അവിടെ നിന്ന് ഗ്യാസ് പൊടിച്ച് കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം. നമ്മൾ ലൈവായിട്ട് കേട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും കുത്തിത്തിരിപ്പുണ്ടാക്കണം. നമ്മൾ ഒരേ ആൾക്കാരല്ലേ, നാട്ടുകാരെല്ലാം ഭയങ്കര ഇതുണ്ടാവുമല്ലോ ആൾക്കാർക്ക്. കുറെ ആൾക്കാർക്ക് കുശുമ്പുണ്ടാവും, കുറെ ആൾക്കാർ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. നമ്മളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ആയാലും നമ്മളെ കുറച്ച് റിലേറ്റീവ്സിന് താല്പര്യം ഇല്ലായിരുന്നു നമ്മൾ തമ്മിലും പരസ്പരം കല്യാണം കഴിക്കുന്നത്. ഇപ്പോഴും അവർക്ക് നമ്മളെ വീട്ടിൽ നിന്ന് ഇതുവരെ ഒരു വീട്ടിലും വിളിച്ചിട്ടില്ല. എന്റെ 2 വീട്ടിലെ വിളിച്ചുള്ളൂ, എന്റെ അനിയത്തിയുടെ വീട്ടിലും വേറെ ഒരു വീട്ടിലും നമ്മളിതുവരെ വീട്ടിൽ നിന്ന് വിളിച്ചിട്ടില്ല. വേറെ ബന്ധുക്കളൊന്നും ആരും വിളിച്ചിട്ടില്ല. ആർക്കും അധികം താല്പര്യമില്ല. ഇന്റർകാസ്റ്റ് മാരേജ് എന്ന് പറയുമ്പോ വേറെ വേറെ കാസ്റ്റ് ആണ്. അതാണ് ഇന്റർകാസ്റ്റ്. അത് പറയാൻ താല്പര്യമില്ല. ഓക്കെ. അപ്പൊ അങ്ങനെ ഇന്റർകാസ്റ്റ് മാരേജ് ആയപ്പോ അതാണോ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ടുണ്ടാവുക? നമ്മളെ വീട്ടുകാർക്ക് അങ്ങനെയല്ലേ, നാട്ടുകാർ പറഞ്ഞു റിലേറ്റീവ്സ്. ഇപ്പൊ അച്ഛനും അമ്മയും അടുത്ത ബന്ധുക്കളും മാത്രമല്ല, ബാക്കിയുള്ളവരൊന്നും ഇപ്പൊ എല്ലാരും ഉണ്ട്. പക്ഷെ എല്ലാവർക്കും വിളിച്ചില്ല. വിളിച്ചില്ല. കാണുമ്പോ ചിരിച്ചോണ്ട് സംസാരിക്കും. നമ്മൾ അവർക്ക് അങ്ങോട്ട് എന്താ, അവർക്ക് ഇഷ്ടപ്പെട്ടില്ല നമ്മളെങ്ങനെ കെട്ടിച്ചത്. അല്ല ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കുറെ ബന്ധുക്കളെ കാണുമ്പോ നമ്മൾ ഈ പ്രൊമോഷൻ എത്ര വാങ്ങണം, യൂട്യൂബിന് എത്ര വരുന്നു, ഇതൊക്കെ എല്ലാവർക്കും അറിയണം. ഇപ്പൊ യൂട്യൂബ് ഒന്ന് ഇതായ സമയത്ത് ചേട്ടൻ ജോലിയൊക്കെ നിർത്തി എന്ന് മനസ്സിലായപ്പോ അവർക്ക് മനസ്സിലായി യൂട്യൂബിന് റവന്യൂ വരാൻ തുടങ്ങി, പൈസ ഉണ്ട് എന്ന് മനസ്സിലായി. ഇവർക്ക് അറിയണം എത്രയാണ് എമൗണ്ട് പറഞ്ഞിട്ടില്ല. പ്രൊമോഷന് പോകുമ്പോ എത്ര കിട്ടും. കഷ്ടാലത്ത് ആരും വന്നില്ലല്ലോ, ആരും അറിയേണ്ട കേസുമില്ല. ശരിക്കും അപ്പൊ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നല്ലോ, അമ്മയും
പിന്നെ 2 അമ്മമാരും. ആ സമയത്ത് അവർക്ക് ഭയങ്കര വിഷമായിരുന്നു. അവരുടെ ഒരു ബന്ധം ഒരു കട്ടായപ്പോ നല്ല അവരൊക്കെ തള്ളക്കുള്ളി പരസ്പരം മൂത്തിടും. പരസ്പരം ഭയങ്കര സണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഭയങ്കര വിഷമായിരുന്നു. ഇവിടെ തമ്മിലാണ്. ഇനി അച്ഛന്മാര് കുഴപ്പമില്ല, അച്ഛന്മാര് ഭയങ്കര സീനാ. അച്ഛന്മാര് എന്നും ഒരുമിച്ച് വെള്ളമടിയാൻ. എന്റെ അച്ഛന് സമ്മതമായിരുന്നു ആദ്യമേ, ഇവിടെ അച്ഛനും ഓക്കെ അല്ലായിരുന്നു. എന്റെ അച്ഛന് സമ്മതം. അല്ലായിരുന്നു. പക്ഷെ അച്ഛനാണ് ശരിക്കും പറഞ്ഞാൽ ചേട്ടൻ്റെ അച്ഛനാണ് ഇതിന് വേണ്ടിട്ട് മുന്നിട്ട് നിന്നത്. കെട്ടിക്കാൻ എന്റെ അച്ഛനെ വിളിച്ച് എന്റെ വീട്ടുകാരെ വിളിച്ച് ചോദിക്കും, എടാ എനിക്ക് താല്പര്യമുണ്ട്, നീ ഒന്ന് സമ്മതിക്കുന്ന നല്ല രീതിയിൽ സംസാരിച്ചു. പക്ഷെ എന്റെ വീട്ടുകാർക്ക് അധികം വലിയ താല്പര്യം. ബാംഗ്ലൂരിൽ പോകുന്ന നേരത്ത് പുള്ളിക്ക് ഒരു ഫോൺ കൊടുത്തിട്ട് പോയിരുന്നു. അപ്പൊ അത് വീട്ടിൽ പോക്കി. അപ്പോഴേക്കും എനിക്ക് ഓണത്തിന് നാട്ടിൽ പറഞ്ഞു. അപ്പൊ എനിക്ക് ലീവ് കിട്ടിയില്ല, ചെന്ന് കയറിയുള്ളൂ. ഇല്ലടാ, ഓണത്തിന് നമുക്ക് ലീവ് കിട്ടിയില്ല. അപ്പൊ എനിക്ക് വരാൻ പറ്റിയില്ല. അപ്പൊ ഇവിടെ ഫുള്ളും പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ അച്ഛൻ എന്നെ അടിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ വരാത്തെന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ അച്ഛൻ ഇതായിരുന്നു. എന്റെ അച്ഛൻ നീ ധൈര്യമായിട്ട് പോ, അയാൾ നിന്നെ അടിച്ച പിറ്റേന്ന് അവള് നമ്മളെ വീട്ടിൽ ഇരിക്കും. അങ്ങനത്തെ അച്ഛൻ ഭയങ്കര ഇതായിരുന്നു. അച്ഛന് പണ്ട് കുഞ്ഞിലേ എല്ലാം ഭയങ്കര ഇഷ്ടമായി. പണ്ട് എപ്പോ കണ്ടാലും ഇപ്പോഴും വിളിക്കും മാളൂട്ടി, മാളൂട്ടി ഇപ്പോഴും മാളൂട്ടി എന്ന് വിളിക്കുന്നത്. മാളൂട്ടി എന്നാണ് വിളിക്കണേ. അപ്പം എപ്പോഴും ബോയ്സിന്റെ വീട്ടില് പിന്നെയും എപ്പോഴും സമ്മതമായിരിക്കും. എന്റെ അമ്മയ്ക്ക് സമ്മതമല്ലേ, അമ്മയ്ക്ക് സമ്മതം. എന്റെ അമ്മയായിരുന്നു. എന്റെ അമ്മമാര് തമ്മിൽ ഈഗോ പ്രോബ്ലം തുടങ്ങി, വാശിയായി. പിന്നെ ആ ദേഷ്യത്തില് പിന്നെ എന്തെങ്കിലും പ്രശ്നം നടന്നാലും പറയും എന്റെ മോനല്ല നിന്റെ മോളല്ലേ പ്രശ്നം. അവളെ നോക്കുന്നത്. തിരിച്ച് എന്റെ അമ്മ പറയും എന്റെ മോളല്ല നിന്റെ മോനല്ലേ പ്രശ്നം. അങ്ങനെ ഒരു അമ്മ എന്റെ വീടിന്റെ മുന്നിൽ വന്ന് വഴക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്റെ മോളെ കേട്ടാ നിന്റെ മോന് യോഗ്യതയില്ല, എന്തൊരു യോഗ്യതയുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു വാശിയായല്ലേ? വാശിയായി. ഇപ്പൊ അതേ മുറ്റത്ത് വന്നിട്ട് ജാനിയെ കളിപ്പിച്ചിട്ട് പോയി ചിരിച്ചിട് എടി പിള്ളേ വിളി ഞാൻ കാണണ്ടടിയോ. അവർക്ക് ചെയ്തല്ലേ പറ്റുള്ളൂ. അങ്ങനെയല്ല, അത് അവരുടെ ഭാഗത്ത് പെൺകുട്ടിയല്ലേ. ഇപ്പൊ എനിക്കൊരു പെൺകുട്ടി വന്നപ്പോഴാണ് എനിക്കിപ്പോ ചില പാർക്കിലൊക്കെ ചെല്ലുമ്പോൾ കൊച്ചു ആമ്പിളര് കാണും. അപ്പൊ അവരൊന്ന് ജാനിയെ പിടിച്ച് ഉമ്മ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അപ്പോഴാണ് എനിക്ക് ഇവിടെ അച്ഛൻ്റെ അമ്മേരെയും ഫീലിങ്സ് മനസ്സിലാക്കി തുടങ്ങിയത്. ഒരു മോളെ ഇപ്പൊ അവർക്ക് നമ്മളെ ലൈഫ് കാണുമ്പോൾ ശരിക്കും അവർക്ക് ഭയങ്കര സന്തോഷമാണ്. നമുക്ക് അവരുടെ ഫേസ് കാണുമ്പോഴായാലും ചില ഇൻസിഡന്റ് അവരുടെ സംസാരം കേൾക്കുമ്പോഴും ചില വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഭയങ്കര വീഡിയോ കൊള്ളാന്നൊക്കെ പറയൂലേ. അങ്ങനെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതാണ്. നമ്മളിവിടെ കല്യാണത്തിന് പോകുമ്പോൾ ചിലപ്പം അറിയുന്നുള്ളു വന്ന് ഇങ്ങനെ സംസാരിക്കും. എല്ലാരും കൂടെ ഇരിക്കുമ്പോഴെല്ലാരും എല്ലാം വരും കാണാൻ. അപ്പൊ ഇവർക്ക് ഭയങ്കര ഇതാണ്. ഫോട്ടോ എടുത്തൊക്കെ പോകുമ്പോഴും എന്റെ മോള് എന്റെ മോള് എന്റെ മരുമോയി അങ്ങനെ പറയുമ്പോ നമുക്കൊരു ഹാപ്പി. ഒരു അമ്മയുടെ അച്ഛന്റെ വിഷമം മനസ്സിലായി. അതെല്ലാരും ആദ്യം പറയും, ഒരു കുട്ടികൾ ഉണ്ടാവുമ്പോഴേ നമുക്ക് അത് പറയുന്നുണ്ട്. മനസ്സിലായിട്ടില്ല. എനിക്കൊരു മോനായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോൾ അത്രയും തോന്നൂലായിരുന്നു. പെൺകുട്ടി ആയപ്പം എനിക്ക് എന്റെ അച്ഛനമ്മയുടെ വിഷമം മനസ്സിലായി തുടങ്ങി. അല്ല, ഞാൻ മുന്നേ പറയും നമുക്ക് പെൺകുട്ടിയായിരിക്കും പറഞ്ഞു, കാരണം അവരെ ഇത്രയും ബുദ്ധിമുട്ടിച്ചോണ്ട് അവര് ഒരുപാട് ആ വിഷമം മനസ്സിലാക്കാൻ നമുക്ക് പെൺകുട്ടിയെ തരും. ഞാൻ മുന്നേ പറയും. എന്റെ അച്ഛനമ്മ ഈ കാര്യത്തിന് ഒരുപാട് കരഞ്ഞിട്ടുണ്ട് എനിക്ക് വേണ്ടിയിട്ട്. ഞാൻ ആ മുന്നേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രഗ്നന്റ് ആയപ്പോഴും ഒറ്റ പേരെ കണ്ടു വെച്ചോളൂ. എനിക്കറിയായിരുന്നു പെൺകുട്ടിയാണ്. ഇവരെല്ലാം ആൺകുട്ടിയുടെ പേരെല്ലാം പറഞ്ഞു വെച്ച് ഞാൻ എപ്പോഴും പറയുമായിരുന്നു പെൺകുട്ടി ആയിരിക്കും, പെൺകുട്ടി ആയിരിക്കും. എനിക്ക് പെൺകുട്ടി തന്നെ. അതുപോലെ തന്നെ എനിക്ക് ആരായാലും കുഴപ്പമില്ലായിരുന്നു. നമ്മൾ ആദ്യം ഇവളെ പേര് ജാനകി എന്നാണ്. നമ്മള് ഇഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു ജാനകി മതി, അങ്ങനെ പറഞ്ഞു വെച്ചിരുന്നു. അപ്പം വീടൊക്കെ കെട്ടിപ്പോക്കുമല്ലോ, അടുക്കള കിച്ചൺ അതിനെ കടിയിട്ട് ജാനകി ജാനകി അങ്ങനെയായിരുന്നു. അപ്പൊ ഇവളെ ഒരു ഫ്രണ്ട് ജാനെന്ന് വീട്ടിൽ വിളിക്കാൻ പറഞ്ഞ് അങ്ങനെയായിരുന്നു. പിന്നെ നമ്മളെ ഏരിയയില് 2 ചേച്ചി പ്രസവിച്ച് എല്ലാരും ആ ഒരു ടൈം പീരീഡില് പ്രസവിച്ച സമയത്ത് എല്ലാം ജാനകി എല്ലാരും ജാനകി. ഇപ്പൊ പിന്നെ ട്രെൻഡിങ് ആയി വന്നില്ലേ, അങ്ങനെ നമ്മൾ പിന്നെ ജാനെന്ന് വിളിച്ചു തുടങ്ങി. പിന്നെ ജാനകി ഇവളും ഒന്ന് വെറും ജാനായിരുന്നു. ജാൻ KG ഇതാണ് ഒറിജിനൽ പേരിടാൻ നിന്ന്. അപ്പൊ എന്റെ കൂടെ റെനി എന്ന് പറഞ്ഞാൽ വിളിച്ച് പറഞ്ഞു അച്ഛന്റെ പേരോട് ഇട്ടാലേ ഒരു പേര് ഒരു പവർ തോന്നുന്നു. അവന്റെ പേര് റെനി. ജാൻ KG എന്ന് പറയുമ്പോൾ അവന്റെ പേര് റെനി. അവന്റെ ഒറിജിനൽ പേര് റെനി എബ്രഹാം. പേരിനൊരു ഇതുണ്ട്. അവൻ പറഞ്ഞു അങ്ങനെ ഇടന്ന് പറഞ്ഞു. അവൻ പറഞ്ഞ അനുസരിച്ചാണ്. അപ്പോഴത്തേക്കും ഞാൻ ഇവളെ വീട്ടിൽ വിളിച്ച് പറയണം. അപ്പൊ ഇവളെ ഫോം ഫില്ല് ചെയ്തോണ്ടിരിക്കണം ആശുപത്രിയിൽ. ആ പേരിലാണ് പേര് പക്ക വീഴുന്നത്. അപ്പൊ ഞാൻ വിളിച്ചോളെ നീ ജാനെന്ന് എഴുതേണ്ട, ജാൻ കിഷോർ ജി എന്ന് എഴുതാൻ പറഞ്ഞു. അപ്പൊ എഴുതി വിട്ടതാണ്. അപ്പോഴും വീട്ടിൽ ആ പേരിട്ടപ്പോഴും വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമില്ലായിരുന്നു. എന്ത് പേര് ജാനെന്നാ. പിന്നെ ആർക്കും അറിഞ്ഞൂടായിരുന്നു നമ്മളെ ജാനിയുടെ ആരും പറഞ്ഞിട്ടില്ല നമ്മുടെ പേര്. നൂലിട്ട് നടത്താൻ നേരത്ത് മാത്രമാണ് എല്ലാവരും അറിഞ്ഞത്. എല്ലാവർക്കും എന്താണ് പേരെന്ന് അറിഞ്ഞൂടാ. ഡെക്കറേഷൻ ചെയ്തപ്പം അതിൽ ജാനെന്ന് എഴുതി വെച്ചിരുന്നു. നൂലിട്ട് സമയത്ത് നെയിം റിവീലിംഗ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരു വെറൈറ്റി പേരായതുകൊണ്ട്. അതെ, വെറൈറ്റി പേരാണ്. കൂടുതലായിട്ട് ചെയ്യുന്നത് മഴ എന്നങ്ങാണ്ടായിരുന്നു. മഴയെല്ലാം വെള്ളവും അതൊക്കെയാണല്ലോ കൂടുതൽ ഇഷ്ടം. നമുക്കിങ്ങനെ ഈ ഹിന്ദു ക്രിസ്ത്യൻ അങ്ങനെ പേരൊന്നും വരണ്ട. ഒന്ന് പേര് കേട്ട് കഴിഞ്ഞാൽ ഹിന്ദു ആണ് മനസ്സിലാവാൻ പാടില്ല. അങ്ങനത്തെ ഒരു ഇതിൽ നമ്മള് വീട്ടിലാണെങ്കിലും ഇപ്പൊ സാധാരണ ആയിട്ടുള്ള ഒരു ഫാമിലിന്നാണ് വളർന്ന് ഇവിടെ. അച്ഛൻ ആശാരിപ്പണിയാണ്, അമ്മ തട്ടുകടയിൽ ജോലി ചെയ്യുന്നതായിരുന്നു അല്ലേ. പിന്നെ ഇതാണ് അമ്മയാണെങ്കിൽ, പിന്നെ ഗോപികയുടെ അമ്മയാണേലും തുണിക്കടയിലൊക്കെ നിന്ന് അങ്ങനെ സാധാരണ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. ആ ഒരു ഫാമിലിന്ന് ഇങ്ങനെ
എത്തിയത് ഭയങ്കര ഒരു പ്രൗഡ് മൂമെന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ? ഇത് വലിയ ഇതൊന്നും ആയിട്ടില്ല. അല്ല എന്നാലും അത്രയും അല്ല അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ലൈഫ് വെച്ച് നോക്കുമ്പോൾ നമ്മളിപ്പം കാരണം കൂടെയുള്ള ആൾക്കാർ തന്നെ അമ്മയെ വിളിച്ച് പറയുമല്ലേ, മോളെ വീഡിയോ ഉണ്ട് കേട്ടാ, നന്നായിട്ടുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരിങ്ങനെ നമ്മൾ പറയാ ഇന്നയാള് വിളിച്ചടി വീഡിയോ കൊള്ളാന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഏത് വീഡിയോ ഇട്ടാലും സ്റ്റാറ്റസ് സ്റ്റോറി എല്ലാം ഇടും. അവർക്ക് ഭയങ്കര ഇതാ. പലരും നമ്മൾ അറിയാത്ത പലരും അവരെ ഇട്ടിക്കും വീഡിയോ ഒക്കെ ഇടുമ്പോഴൊക്കെ ഇവര് കാണുന്നത്. അപ്പൊ ഇവര് പറയും എന്റെ മോളാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേക്ക്. ചേട്ടൻ്റെ അമ്മയ്ക്ക് ഒരു ചെറിയൊരു ഹോട്ടൽ തട്ടുകടയാണ്. അവിടെ വരുന്നവരെല്ലാരും പറയുന്നു വീഡിയോ കണ്ടിരുന്നു കേട്ടോ. അമ്മ ഉണ്ടായിരുന്നു മുന്നേക്കെ വീഡിയോ. അമ്മയ്ക്ക് ഇപ്പം ഹോട്ടലായതുകൊണ്ട് അമ്മയ്ക്ക് വീഡിയോയിൽ വരാൻ പറ്റുന്നില്ല, തിരക്കായി പോയി. വീട്ടിലെ കടമൊക്കെ മാറി വീട് ഒരു ലെവൽ നമ്മളെ പൈസക്ക് ലെവലായപ്പോഴേക്കും അവർക്ക് സംഭവം മനസ്സിലായി. ഞാൻ ജോലി എടുത്തപ്പോഴൊക്കെ വഴക്കായിരുന്നു, ഭയങ്കര സീനായിരുന്നു. അവരെ ഇതില് ഒരു ആണെന്ന് പറയുമ്പോൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ജോലിക്ക് പോകണം, രാത്രി വന്ന് ഫുഡും കഴിച്ച് കിടന്നു പോകണം. ഞായറാഴ്ച ഒരു ദിവസം ഉണ്ടെങ്കിൽ വീടിന്റെ ഫുള്ളും ജോലിയും തീർത്ത് വിറവും വെട്ടി കീറി അങ്ങനെ. അപ്പൊ എന്റെ ഇതിൽ വന്നപ്പോ ഞാൻ ജോലിക്കും പോകുന്നില്ല, ഒന്നും പോകുന്നില്ല, വീട്ടിൽ തന്നെ. അവര് നാട്ടിൽ പറഞ്ഞു വെച്ചാൽ എപ്പോഴും ചോദിക്കും കിഷോർ പോണില്ലേ ചോദിക്കുമ്പോൾ ഇവർക്ക് എല്ലാരും ചോദിക്കണം. അല്ലെങ്കിൽ പോവാത്ത കുഴപ്പമില്ല, എല്ലാരും ചോദിക്കും നിങ്ങൾ ജോലിക്ക് പോണില്ലേ നാണക്കേട് വെളിയിറങ്ങാൻ പറ്റില്ലെന്ന് പറയും. ആദ്യമൊക്കെ ഇങ്ങനെ പറയാം. പിന്നെ നമ്മൾ ആ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ ഇങ്ങനെ മാറിയപ്പോ റവന്യൂ വരാൻ തുടങ്ങിയ സമയത്ത് എല്ലാരും ഓക്കെ ആയി. അവർക്ക് മനസ്സിലായി ഈ ജോലി ഇതൊന്നും അല്ല ജീവിതം, ഈ ജോലിക്ക് പോയി വെയിലത്ത് കിടന്ന് പണി ചെയ്യുന്നതല്ല ജീവിതം മനസ്സിലായി. സ്മാർട്ട് വർക്ക് ആണ് ഇപ്പൊ വേണ്ടത്. ഇതായാലും ഹാർഡ് വർക്ക് ഇല്ലേ? പിന്നെ എന്തുമാത്രം നമ്മള് ജോലിക്ക് പോണേക്കാളും ടെൻഷൻ ഉണ്ട്. രാത്രി പിടിച്ചണെങ്കിൽ പുതിയ കണ്ടന്റ് വേണം, എഡിറ്റ് ചെയ്യണം, രാത്രി എഡിറ്റ് ചെയ്യണം, ഉറക്കമില്ല എഡിറ്റ് ചെയ്യണം. അല്ല വലിയ എഡിറ്റിംഗ് പറഞ്ഞാൽ വെളി കൊടുക്കും. അങ്ങനെ കുറെ സ്ട്രഗിൾ ഉണ്ട്. വീഡിയോ എടുക്കാൻ തന്നെ ചില സമയത്ത് ഇവിടെ പറയും പുറത്ത് ജോലിക്ക് ഒന്നും പറയണ്ട, 5 മണിക്ക് ജോലി എനിക്ക് വന്നിടന്ന് പറഞ്ഞാൽ മതി. ഇത് രാത്രി 10 മണിയാകുമ്പോൾ എഡിറ്റ് കഴിഞ്ഞ് അയച്ചു കൊടുക്കുമ്പോൾ പ്രൊമോഷൻ ടീം പറയും കറക്റ്റ് ആയില്ല, വീണ്ടും റീ എഡിറ്റ് ചെയ്യണം. വീഡിയോ കാണുന്നവർ പലരും പറയും ഇത് ചുമ്മാ ആളുകളെ പറ്റിച്ച് വീഡിയോ ഉണ്ടാക്കണം എന്ന് പറയും. ജോലിക്ക് പോവാ ഇതിനേക്കാളും നീ ജോലിക്ക് പോകത്തെന്ന് പറയും. ഇതിന്റെ പിന്നിൽ നമ്മൾ എന്തുമാത്രം കഷ്ടപ്പെടുന്നത് ആരും മനസ്സിലാക്കും. പ്രൊമോഷന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഒരുപാട് പേര് ഈ റീച്ച് ആയി കഴിഞ്ഞാൽ പ്രൊമോഷൻ ചെയ്യും. അപ്പൊ അത് ഈ അടുത്തൊരു പ്രൊമോഷൻ ചെയ്തപ്പോൾ ഒരുപാട് പേര് നെഗറ്റീവ് പറഞ്ഞു, നിങ്ങളോടുള്ള ഇഷ്ടം ബൂമറാങ് പോലെ തിരിച്ചു വരുന്നത്. അപ്പൊ നിങ്ങൾ പ്രൊമോഷനൊക്കെ ചെയ്യുമ്പോൾ നോക്കിയും കണ്ടുമാണോ ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ വാക്ക് പറഞ്ഞു പോയി, അപ്പൊ അതിന്റെ പൈസ മാറ്റി പോയി, പിന്നെ മാറ്റാൻ പറ്റത്തില്ല. അത് ചെയ്തു അടുത്തോട്ടേ അങ്ങനത്തെ പ്രൊമോഷൻ നമ്മൾ എടുക്കത്തില്ല. നമ്മൾ അവരെ പറഞ്ഞു അവരെല്ലാം മന്ത്ലി നമുക്കൊരു എമൗണ്ട് തന്നിട്ട് ഫിക്സഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്, കോൺട്രാക്ട് പോലെ. നമ്മൾ ബാക്കി പൈസ തിരിച്ചയച്ചു കൊടുത്തു, ഈ ഒറ്റ പ്രൊമോഷൻ ചെയ്യും ബാക്കി ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ നെഗറ്റീവായി മാറും. ആണാണ് നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ തന്നെ നമ്മളെ താഴ്ത്തുക. നമുക്ക് പേഴ്സണൽ മെസ്സേജ് നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോ ചെയ്യല്ലേ പറഞ്ഞു. അപ്പൊ നമ്മൾ അതോടെ പറഞ്ഞു. എന്താണ് ഏറ്റവും ഇനി ഒരു ആഗ്രഹം? എന്താണ് ആഗ്രഹം? ഇനി അല്ല ഇപ്പോഴത്തെ ലൈഫിൽ ഞാൻ സന്തോഷമുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം, എനിക്ക് കറങ്ങാൻ പോണം ഇവിടെ കൊച്ചിനെയും കൊണ്ട് ഫുള്ള്. അത്രേ ഉള്ളൂ. അല്ല വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഹാപ്പി ആയിട്ട് 5 കോടിയുടെ വീടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ലൈഫ് ലോങ് ഫുള്ളും കടത്തിൽ വലിച്ചു വെക്കാൻ ഉള്ള വീട്. എല്ലാവരും പറയും ഇതൊന്നും അല്ല ജീവിതം, PSC ക്ലാസ് PSC ക്ക് പോടി PSC ക്ക് പോടി. നിന്റെ അടുത്ത് പറയും എനിക്ക് ഒരു താല്പര്യമില്ല PSC പഠിക്കാൻ, പഠിച്ച് പരീക്ഷ ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല. അതിനെക്കാളും കിട്ടും, എനിക്ക് ഒരു താല്പര്യവും ഇല്ല. അതും ഒരു ഇതുപോലെ എന്താ വെച്ചാൽ അങ്ങനെ നായ്ക്കുട്ടിയെ വീട്ടിൽ വളർത്താൻ തന്നെ ബെൽറ്റ് ഇട്ട് കൊടുത്ത് നമ്മൾ അടിച്ചിറക്കുന്നു. അതേ ഇത് ID കാർഡ് കിട്ടും. ഓഫീസിൽ പോകുന്ന തിരിച്ചു വരുന്ന കിടന്നുറങ്ങും, മടുത്ത ഒരു ലൈഫ് ആയിരിക്കും അത്. ഞാൻ അതിനേക്കാളും നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്, അതിനേക്കാളും റവന്യൂ കിട്ടുന്നുണ്ട്, എൻജോയ് ചെയ്യുന്നുണ്ട്. നമ്മള് സർക്കാർ ജോലി എന്ന് പറയുമ്പോൾ ഈ പ്രായമായി കഴിഞ്ഞുള്ള 5 വർഷം റിട്ടയർമെന്റ് അടിച്ചു പൊളിക്കാൻ വേണ്ടിയാണ് ഈ അത് കിട്ടാൻ വേണ്ടി മനസ്സിൽ തലയിൽ വെച്ചാണ് ഈ 40 വർഷവും കഷ്ടപ്പെടും. നമ്മൾ വാർദ്ധക്യ കാലത്ത് നമ്മൾ ഇരിക്കില്ല 5 വർഷം, അത് ആദ്യമേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആഴ്ചക്കാലം ഫുള്ള് നമുക്ക് മര്യാദയ്ക്ക് ഇരിക്കാം. ഇതാരും ചിന്തിക്കില്ല. ഇവർക്ക് വയസ്സം കാലത്ത് പൈസ കിട്ടി മര്യാദയ്ക്ക് ഇരിക്കാൻ വേണ്ടി 40 വർഷം ജോലിക്കും. ആ 5 വർഷം ആദ്യം കഷ്ടപ്പെട്ടാൽ മതി, ബാക്കി 40 വർഷം നമുക്ക് അടിച്ചുപൊളി ജീവിക്കാം. അതെ അതെ, അത് ശരിയാ. അവര് പിന്നെ അത് അവരുടെ വരും തലമുറക്കാണ് അതിന്റെ യോഗം. പഠിച്ച ഒരു പാഠം എന്താണ് ലാസ്റ്റ്? എന്താണ്? ആരെ വിശ്വസിക്കാൻ പാടില്ല. എത്ര വിശ്വസിച്ചാലും നമ്മളെ പൈസ ഉള്ള കണക്കും ഇല്ലാത്ത കണക്കും സ്ട്രഗിൾ ചെയ്യണം ഒന്നും ആരും പറയാൻ പാടില്ല. നാളെ നമ്മൾ നല്ല കാലത്ത് നിൽക്കുമ്പോൾ കൂടെ നിൽക്കും. ഇത് നമ്മൾ ഡൗൺ ആകുമ്പോൾ ഈ കേസ് പറഞ്ഞ് കുറ്റപ്പെടും. നിങ്ങൾ അത്ര പൈസ ഉണ്ടെങ്കിൽ എന്ത് ചെയ്ത്, നിങ്ങൾ ആ പൈസ അവിടെ കളഞ്ഞ് ഇങ്ങനെ കുറ്റപ്പെടും. അതുകൊണ്ട് ആരും ഒന്നും പറയാൻ പാടില്ല. സത്യം പറഞ്ഞാൽ പഠിച്ച് ജീവിതം കുറെ ആൾക്കാർ മനസ്സിലാക്കി നമ്മൾ ഈ ഒരു ഇത്രയും വരെ എന്താ ഒരാളുടെ അടുത്ത് എങ്ങനെ പെരുമാറണം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയണം പഠിച്ച്. അല്ല അവസാന കാലം വരെ ഇപ്പോഴും ഞാൻ മാത്രമേ എനിക്ക് കാണുള്ളൂ. നമ്മൾ ഈ പുറത്തുള്ള ഫ്രണ്ട്സ് ഒന്നും അധികം ലിമിറ്റ് വിട്ട് നിൽക്കണം. എല്ലാവരും തൂക്കി തലേ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഭയങ്കര അറിയാല്ലേ. അവൻ ജാനി മോളെ എടുക്കണമെന്നുണ്ടായി. ഇറക്കി
നിർത്തുവാണ് കേട്ടോ. ഇപ്പൊ വരും, ഇപ്പൊ വരും. വാ വാ. അവ അവിടെ ഇരുന്നു. ആ മറ്റേ അവിടെ ജാനി ഭയങ്കര വീഡിയോയിൽ ഭയങ്കര ആക്റ്റീവ് ആണെങ്കിലും ഇന്നത്ര നമ്മളൊന്നും അങ്ങനെ അവിടെ ഉച്ചയ്ക്ക് ഉറങ്ങിയിട്ടില്ല, അതാണ് മൂടെ വിട്ടു. അപ്പൊ മോളൂട്ടി, അപ്പൊ ഒരുപാട് സന്തോഷം ഇത്രയും നേരം സഹകരിച്ചതിൽ. ഒരുപാട് ഇനിയും ഉയരങ്ങളിൽ എത്തട്ടെ, മില്യൺ വ്യൂസ് ഒക്കെ ഇനിയും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു. ഞാൻ ഷേക്കൻ്റെ എടുത്തില്ല. കുട്ടി ഒരു ഷെയ്ക്കാൻ്റെ ആടോ ടാറ്റ പറ. അങ്ങനെ അറിയാത്തോണ്ടാ. ഔട്ട് കളിച്ചാൽ മതി. നമുക്ക് ഇങ്ങനെ ഓടി നടക്കണം.